ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ചെറിയതായ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ പദ്ധതിയിൽ പൂർണ്ണ സഹകരണമാണ്, പോലീസിൻ്റെ നേതൃത്വമാണ് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. ഇൻഫർമേഷൻ ആവശ്യമാണ്. ആ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള നിരവധി ആപ്പുകൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ തരുന്ന ഒരാളെയും ഞങ്ങൾ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല. അവരെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കില്ല. ആ വിവരങ്ങൾ ലഭ്യമാക്കുന്നവർക്ക് തീർച്ചയായും പൂർണ്ണമായ സംരക്ഷണം കേരള പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൻ്റെ പ്രതികളെ ഇറക്കിക്കൊണ്ടു പോകുന്ന കാലം കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലീസ് ഒരു പേടി സ്വപ്നമായി മാറുകയും ചെയ്യുന്ന ഒരു പോലീസ് നയമായിരിക്കും പുതിയ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വൻതോതിലുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരും മയക്കുമരുന്ന് വ്യാപാരികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെയും ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇതിനകത്ത് നോ എക്സ്ക്യൂസസ് എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരവനിൽ കയറി പരിശോധിക്കില്ല എന്ന ധൈര്യം ആർക്കും വേണ്ട. നിയമത്തിൻ്റെ മുമ്പിൽ സ്റ്റാറ്റസോ പണമോ പദവിയോ നോക്കിയിട്ടല്ല പോലീസ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഡാർക്ക് വെബിൻ്റെ മറവിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഡിജിറ്റൽ അടയാളങ്ങൾ പിന്തുടരാൻ സൈബർ സെല്ലിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്.